സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. എ പ്ലസ് മിഷന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ തദ്ദേശീയം 2025 ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലാണ്. ഇക്കുറി വിജയം ഉറപ്പെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുമ്പോൾ ഇക്കുറി കരുത്തറിയിക്കുമെന്ന വാശിയിലാണ് BJP. മൂന്ന് മുന്നണികളും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മുന്നണികൾ കടന്നു കഴിഞ്ഞു. ഇക്കുറി ജനസമ്മതരായ സ്ഥാനാർത്ഥികളെ ഇറക്കി ഭരണം പിടിക്കുക, ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നണികൾ. ചാലിയാറിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ വനമേഖലകളാലും കാർഷിക സമ്പൽ സമൃദ്ധിയാലും നിറഞ്ഞ ഒരു പഞ്ചായത്താണ്. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങൾ അധിവസിക്കുന്ന പഞ്ചായത്ത് കൂടിയാണ് ചാലിയാർ. അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആദിവാസികളുടെയും കർഷകരുടെയും എല്ലാം വോട്ടുകൾ വിധി നിർണയിക്കുന്നതിൽ നിർണായകമാകും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ 16 വാർഡുകളിൽ 9 പിടിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കുമുള്ളത്. അതായത് വ്യക്തമായ ഭൂരിപക്ഷം ഇക്കുറി നേടുക എന്ന ഉറച്ച നിലപാടിലാണ് മുന്നണികൾ. എന്നാൽ 2020 നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിൽ ഇക്കുറി കരുത്തറിയിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് BJP. ചാലിയാറിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, ചാലിയാറിന്റെ ഒരു രൂപീകരണമൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ 1979 നിലമ്പൂർ പഞ്ചായത്തിന്റെ 2 വാർഡുകൾ ചാലിയാർ പുഴയ്ക്ക് അക്കരയ്ക്കായി സ്ഥിതി ചെയ്യുന്ന ഈ 2 വാർഡുകളെ ഉൾപ്പെടുത്തി ചാലിയാർ പുഴയുടെ പേരിൽ ഒരു പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. പ്രഥമ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് 1988 ഇരു മുന്നണികളും കരുത്തറിയിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. നറുക്കെടുപ്പിൽ LDF-ലെ PT ഉമ്മർ പ്രഥമ പ്രസിഡന്റായി. എന്നാൽ ചാലിയാറിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്നും UDF-ന് അനുകൂലമാണ് എന്നാണ് വ്യക്തമായി കാണാൻ കഴിയുക. 4 വട്ടം കോൺഗ്രസ് പ്രസിഡന്റുമാരും 3 പ്രാവശ്യം CPM മെമ്പർമാരുമാണ് ചാലിയാർ പഞ്ചായത്തിൽ പ്രസിഡന്റ് പദം അലങ്കരിച്ചത്. ഇതിൽ 2020-25 കാലയളവിൽ സ്വന്തം ഭൂരിപക്ഷമുണ്ടായിട്ടും UDF-ന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാതെ പോയ കൗതുകകരമായ ഒരു കാഴ്ചയ്ക്ക് സംസ്ഥാനത്തിൽ തന്നെ മാതൃകയായി, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ തന്നെ ഒരു പുതിയ ചരിത്രമായി മാറിയ പഞ്ചായത്ത് കൂടിയാണ് ചാലിയാർ. ഇക്കുറി പഞ്ചായത്ത് പിടിക്കുക എന്നുള്ള ഉറച്ച നിലപാടിലാണ് മുന്നണികൾ. ജയിക്കുമെന്ന് പറയുമ്പോഴും എങ്ങനെ ജയിക്കും എന്ന ചോദ്യത്തിന്, എത്ര സീറ്റ് ലഭിക്കും എന്ന ചോദ്യത്തിന് ജയിക്കും എന്ന മറുപടി മാത്രമാണ് മുന്നണികൾ നൽകുന്നത്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നോക്കുമ്പോൾ മലയോര മേഖലകൾ UDF-നൊപ്പവും ടൗണ് LDF-നൊപ്പവും നിൽക്കുന്ന കാഴ്ചകളാണ് മുൻകാലങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇക്കുറി ഈ തങ്ങളുടെ കുത്തക വാർഡുകൾ നിലനിർത്തുന്നതിനോടൊപ്പം മറ്റു എതിർമുന്നണിയുടെ വാർഡുകളിൽ വിജയമുറപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇടതുമുന്നണിയും വലതുമുന്നണിയും പരീക്ഷിക്കുന്നത്. ഇവരുടെ മുമ്പിലെല്ലാം ഇപ്പോൾ വലിയ ജനകീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. ചാലിയാറിനെ സംബന്ധിച്ചിടത്തോളം മുന്നണികൾ മറുപടി പറയേണ്ട കുറെ ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. സംസ്ഥാന കേന്ദ്ര രാഷ്ട്രീയങ്ങൾക്കപ്പുറം പ്രാദേശികപരമായ ചില വിഷയങ്ങൾ ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് പ്രധാന വിഷയം. അതിൽ എടുത്തു പറയേണ്ടതൊന്ന്, ചാലിയാറിന്റെ കായിക സ്വപ്നങ്ങൾക്ക് നിറം പകരേണ്ട മൈതാനം എന്തുകൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല? മൈതാനം വിട്ടുകിട്ടി സ്വകാര്യ വ്യക്തി 2 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകി 2 വർഷം കഴിയുമ്പോഴും അതിന്റെ പ്രാരംഭ നടപടികളോ അത് യാഥാർത്ഥ്യമാക്കുന്നതിലോ ഉണ്ടായ വീഴ്ചകൾ എന്തായാലും ഇക്കുറി യുവജനങ്ങളിൽ നിന്നും കായിക പ്രേമികളിൽ നിന്നും ഉയരും. അതിന് വ്യക്തമായ മറുപടി പറയേണ്ടി വരും. രണ്ടാമത്, കഴിഞ്ഞ 15 വർഷമായി ചാലിയാറിന്റെ സ്വന്തമെന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് സ്ഥലമുടമയ്ക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ മന്ത്രി ഉത്തരവിടുകയും പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് നഷ്ടപ്പെടുകയും ചെയ്ത ഒരു വിഷയം ഉണ്ട്. അതും ഇരു മുന്നണികളും മറുപടി പറയേണ്ട വിഷയമായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് നമുക്ക് കാണാൻ കഴിയുക, മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കേണ്ട ചാലിയാർ പഞ്ചായത്തിൽ വരുമാനത്തിൽ കൃത്യമായി അത് പഞ്ചായത്തിന്റെ ഇതിലേക്ക് വന്നോ എന്നുള്ളത് പരിശോധിക്കേണ്ടത് ഇടതുമുന്നണിയും വലതുമുന്നണിയുമാണ്. എന്തുകൊണ്ട് കൃത്യമായി റിസോർട്ടുകളുടെയും അതേപോലെ തന്നെ ഹോം സ്റ്റേകളുടെയും ലൈസൻസുകൾ ഉറപ്പുവരുത്തുന്നതിനോ വാടകയ്ക്ക് നൽകുന്ന റൂമുകളുടെ എണ്ണം നിജപ്പെടുത്തുന്നതിനോ അതിൽ നിന്നും ആനുപാതികമായി ലഭിക്കേണ്ട വിനോദ നികുതി വാങ്ങുന്നതിലോ കൃത്യമായൊരു നിഷ്ഠ കാണിക്കാതെ പോയതിന്റെ കാരണവും കൃത്യമായി ജനങ്ങളോട് പറയേണ്ടി വരും. ഇങ്ങനെ നിരവധി പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം സംസ്ഥാന വിഷയവും കേന്ദ്ര വിഷയവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അതിനാൽ തന്നെ കരുത്തരായ സ്ഥാനാർത്ഥികളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുന്നണികൾ.
ഇടതുപക്ഷത്തു നിന്ന് ചില കക്ഷികൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ, മുൻകാലങ്ങളിൽ മെമ്പറായിരുന്ന ചില വ്യക്തികൾ തങ്ങളുടെ പാളയത്തിലെത്തി എന്ന് UDF പറയുമ്പോൾ UDF-നെ അമ്പരപ്പിക്കുന്ന തരത്തിൽ മുൻകാലങ്ങളിൽ UDF-ന്റെ നേതാക്കളായിരുന്ന പലരും തങ്ങളുടെ പക്ഷത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചന LDF-ഉം കൊടുക്കുമ്പോൾ ഇരു മുന്നണികളുടെയും ചങ്കിടിപ്പ് ചാലിയാറിൽ വർദ്ധിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 വർഷക്കാലം ലഭിക്കേണ്ടിയിരുന്ന പ്രസിഡന്റ് പദം നഷ്ടപ്പെടുത്തിയതിന്റെ ക്ഷീണം ഇനിയും കോൺഗ്രസിന് വിട്ടുമാറിയിട്ടില്ല. 14 അംഗ ബോർഡിൽ 8 അംഗങ്ങൾ ഉണ്ടായിട്ടും അതിലൊരു അംഗത്തെ രാജിവെപ്പിച്ച് ആദിവാസി മേഖലയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ UDF നേതൃത്വത്തിന്റെയും വലിയ വീഴ്ച തന്നെയാണ്. ഇതിന് അവര് ഈ തെരഞ്ഞെടുപ്പിലും മറുപടി പറയേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇടക്കാലത്ത് കോൺഗ്രസും ലീഗും തമ്മിലുണ്ടായ ഭിന്നതയും ലീഗിന്റെ മെമ്പർ ഏതാനും ചില ബോർഡ് യോഗങ്ങളിൽ LDF-ന് അനുകൂല നിലപാടെടുക്കേണ്ടി വന്ന രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നുള്ള കാര്യത്തിലും വ്യത്യസ്തമില്ല. LDF-നെ സംബന്ധിച്ചിടത്തോളം കരുത്തരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നുള്ളത് അവരുടെ മുൻപിൽ നിർണായകമാണ്. മലയോര മേഖലകളിൽ പാർട്ടിയെ 1988 മുതലുള്ള ഈ കാലഘട്ടങ്ങളിൽ ശക്തമായി പാർട്ടിയുടെ അടിത്തറ പാകുന്നതിൽ വരുത്തിയ ഒരു വീഴ്ച, അതാണ് CPM ഇന്ന് നേരിടുന്ന വലിയൊരു രാഷ്ട്രീയ വിഷയം. അതിന് CPM നേതൃത്വവും കൃത്യമായ ഒരു മറുപടി നൽകേണ്ടി വരും. അതിനാൽ തന്നെ സ്വതന്ത്രരെയോ ജനസമ്മതിയുള്ള ആളുകളെയോ UDF-ൽ നിന്ന് വോട്ടുകൾ ചോർത്താൻ കഴിയുന്ന ആളുകളെയാണ് ഈ ഭാഗങ്ങളിലേക്ക് ഇടതുപക്ഷം പരിഗണിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ചാലിയാർ പഞ്ചായത്ത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഉള്ളുകൊണ്ട് കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം ചാലിയാറിന്റെ ചരിത്രം അതാണ്. ചിലപ്പോൾ UDF-ന് വലിയ ഭൂരിപക്ഷങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടം, പരാജയപ്പെടുമ്പോൾ നേരിയ വോട്ടുകൾക്കുള്ള ഒരു പരാജയം, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ലീഗിനെ UDF-ലെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു വളർച്ച ചാലിയാർ പഞ്ചായത്തിൽ രേഖപ്പെടുത്താൻ ഇതുവരെയും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് 88-ലെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റാണ് ഇപ്പോഴും 8 അംഗങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സീറ്റ് തന്നെയാണ് ഇപ്പോഴും മുസ്ലിം ലീഗിന്റെ കൈവശമുള്ളത്. എരിഞ്ഞമങ്ങാട് സീറ്റാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ അഭിമാനം കാത്തുകൊണ്ടിരിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആദിവാസി മേഖലകളിലെ വോട്ടർമാരെ സ്വാധീനിക്കുമ്പോൾ ഇക്കുറി പറയാൻ കഴിയുന്ന വലിയൊരു കാര്യം, പണിയർ വിഭാഗത്തിൽ നിന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു പ്രസിഡന്റിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞ പാർട്ടി CPM ആണ്. ആദിവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇതിനു കൂടി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദം അവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ആദിവാസി വോട്ടുകളും കർഷക വോട്ടുകളൊക്കെ നിർണായകമായ ചാലിയാറിൽ വന്യമൃഗശല്യം പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാകും. ഈ വിഷയങ്ങളിലേക്ക് മുന്നണികൾ മറുപടി പറയേണ്ടി വരും, ജനങ്ങളുടെ മനസ്സറിയേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമാണ്. ക്ഷേമ പെൻഷനുകൾ ഉയർത്തി LDF-ഉം സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിലെ വീഴ്ചകളും അഴിമതികളും നിർത്തി UDF-ഉം പോരാട്ടത്തിനിറങ്ങുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ നിരത്തിയാവും BJP ഈ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഇറങ്ങുക. കാത്തിരിക്കുക. ചാലിയാറിലെ വിജയക്കൊടി പാറിക്കുക പ്രധാന മുന്നണികൾക്ക് എളുപ്പമല്ല, അതിസാഹസികം തന്നെയാണ്. വിധി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായി മാറുക സ്ഥാനാർത്ഥി നിർണയവും ആയിരിക്കും. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, aqua loop rocket, wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide, 16D theater, children's park, zip line, zip cycle, fly carpet തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.